സാറേ, ഈ ഗാസ തകർന്നു പോകുന്നതിൻ്റെ വാർത്തകൾ നമ്മൾ നിരന്തരം ചർച്ച ചെയ്യാറുണ്ട്, കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഏതാണ്ട് ആ തകർച്ച പൂർണ്ണമായി എന്നും നമുക്കിപ്പോൾ ധാരണയുണ്ട്. എയറിയൽ പിക്ചേഴ്സൊക്കെ കാണിക്കുന്ന അവിടെ ഒരു തകർന്നടിഞ്ഞ മരുപ്പറമ്പ് മാത്രമാണ്. പക്ഷേ ഒടുവിലത്തെ ഒരു വാർത്ത ഗാസ തകർന്നു പോവുക മാത്രമല്ല, മുറിഞ്ഞു പോവുകയും ചെയ്യുന്നു എന്നാണ്. ഗാസ രണ്ടായി വിഭജിക്കപ്പെടുന്നുവെന്നും അത് ചുവപ്പും പച്ചയുമായി രണ്ട് വർണ്ണങ്ങളിൽ അടയാളപ്പെടുത്തപ്പെടാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. അത് വലിയ കൗതുകം നിറഞ്ഞൊരു വാർത്തയാണ്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? അമേരിക്കയുടെ ഈ ഗാസ രണ്ടാക്കാനുള്ള പദ്ധതിയെ പറ്റി ബ്രിട്ടനിലെ വലിയ പത്രങ്ങളിലൊന്നാണല്ലോ ഗാർഡിയൻ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഈ വിവരം ഉള്ളത്. അതായത് ഗാസയുടെ റീകൺസ്ട്രക്ഷൻ, പുനർനിർമ്മാണം എന്ന പേരിൽ ആണ് അത് പച്ചയും ചുവപ്പും ആയിട്ട് മാറുന്നത്. പച്ച ബലത്തിൽ ആ പുനർനിർമ്മിക്കുന്ന ഗാസ പച്ച ഇസ്രയേലിൻ്റെ ഭരണത്തിലും സ്വാധീനത്തിലും കയ്യിലും ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആ പച്ച ഭാഗത്താണ് രാജ്യാന്തര സംയുക്ത സേന വരിക. സംയുക്ത സേനയുടെ നിയന്ത്രണത്തിലുണ്ടാവുന്നത്. ഇസ്രയേൽ അവിടെ നിന്ന് പോകാനൊന്നും പോകുന്നില്ലല്ലോ. ചുവപ്പ് എന്ന് പറയുന്നത് റൂയിൻസ്, അതായത് ഈ മൊത്തം 80% തകർന്നു പോയിട്ടുണ്ടല്ലോ കെട്ടിടമൊക്കെ, ഈ കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും എല്ലാം കൂടി ഡംപ് ചെയ്യുന്ന ആ മേഖല, ശവപ്പറമ്പ് മരുപ്പറമ്പ് എന്ന് പറയുന്നതാണ് ഈ ചുവപ്പ് എന്ന് പറയുന്ന ഗാസ. ജീവനുള്ളതും ഇല്ലാത്തതും. അതെ. അപ്പോൾ ഈ ഗാസയ്ക്ക് കിഴക്ക് യെല്ലോ ലൈൻ ഉണ്ട്. ഇപ്പോൾ ഇസ്രയേൽ നിലയുറപ്പിച്ചിരിക്കുന്ന യെല്ലോ ലൈൻ മഞ്ഞ, അപ്പോൾ വേറെ നിറം വന്നു. ആ യെല്ലോ ലൈനിൽ വെച്ചിട്ടാണ് ഈ വിഭജനം നടക്കുക എന്ന റിപ്പോർട്ടിലുണ്ട്. ഇസ്രയേലിൻ്റെ നിയന്ത്രണ മേഖലയിൽ വെച്ചിട്ടാണ് ഈ വിഭജനം നടക്കുന്നത്. അപ്പോൾ ആ പച്ചയിൽ സംയുക്ത സേന വരും. ഈ യെല്ലോ ലൈൻ മാത്രമല്ല, മറ്റേത് ഇസ്രയേലിൻ്റെ കയ്യിലായിരിക്കും. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഗാസ നിർമ്മിക്കുന്ന ഗാസ ഇസ്രയേലിൻ്റെ കയ്യിലും ബാക്കി അവശിഷ്ട ഗാസയും ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ വെടിനിർത്തൽ എന്ന് പറയുന്നത് പൊതുവെ ഒരു തട്ടിപ്പ് പദ്ധതി എന്ന് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം അമേരിക്ക വേലി കെട്ടിയ ക്യാമ്പുകൾ ആണ് അവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞിരുന്നു. വേലി കെട്ടിയ കുറേ ക്യാമ്പുകൾ. ആ പദ്ധതി ഡ്രോപ്പ് ചെയ്തു, അതില്ല. അതിന് പകരമാണ് ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ്, സംയുക്ത സേനയുടെ ഓമന പേര് അതാണ്, ISF, ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് വരുന്നത്. അതാണ് ഈ 20 അമേരിക്കയുടെ സമാധാന പദ്ധതിയിൽ പറയുന്നത്. അത് ഇസ്രയേലും കൂടി അറിഞ്ഞിട്ടുള്ള പദ്ധതിയാണല്ലോ. 11-ാം മണിക്കൂറിൽ നെതന്യാഹു അതിൻ്റെ അകത്ത് തിരുത്തലുകളൊക്കെ വരുത്തുകയൊക്കെ ചെയ്തിരുന്നു അന്ന് ആ പദ്ധതിയിൽ. അപ്പോൾ UN രക്ഷാസമിതി പ്രമേയം ഈ ആഴ്ച വരും. ഇത് പറയുന്ന സംയുക്ത സേനയുടെ കാര്യം ഈ ആഴ്ച പ്രഖ്യാപിക്കും. അതിൽ അമേരിക്കൻ സേന ഉണ്ടാകാൻ സാധ്യതയില്ല. അതിൽ ബ്രിട്ടൻ, ഫ്രഞ്ച്, ജർമ്മൻ, പിന്നെ പാകിസ്ഥാൻ 20,000 പേരുണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ അനുഭവം കാരണം പല യൂറോപ്യൻ രാജ്യങ്ങളും ഇതിൻ്റെ ഭാഗമാകാൻ തയ്യാറല്ല. അപ്പോൾ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഇപ്പം ഇവിടെ പച്ച എന്ന് പറയുന്ന സംഭവം, അവിടെ അമേരിക്ക പച്ച എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ അമേരിക്കൻ സേന പരാജയപ്പെടുകയാണ് ചെയ്തത് എന്ന് യൂറോപ്പിലെ പല രാജ്യങ്ങളും കാണുന്നു. അപ്പോൾ ഇത് ഈ എൻക്ലേവുകൾ ആയിരിക്കും ഈ വരുന്നത്, പുനർനിർമ്മിച്ചിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കോൺക്രീറ്റ് ബാരിയറുകളായിരിക്കും, ബ്ലാസ്റ്റ് സ്ഫോടനങ്ങളെയൊക്കെ തടുക്കുന്ന ഈ ബാരിയറുകൾ മാത്രമായിരിക്കുന്നതാണ് യൂറോപ്പ് കാണുന്നത്. ഗാസ 80% സ്കൂൾ, ആശുപത്രി ഉൾപ്പെടെ ഇല്ലാതായി കഴിഞ്ഞു. അപ്പോൾ ഈ നശിച്ച ഭാഗം നിലനിർത്തി എനിക്ക് തോന്നുന്നത് ഈ പുനർനിർമ്മിക്കുന്നത് എന്ന് പറയുന്നത്, നേരത്തെ ഈ ജറേദ് കുഷ്നർ ഉണ്ടല്ലോ, ജൂതൻ, ട്രംപിൻ്റെ മകളെ കല്യാണം കഴിച്ച ആള്, അയാൾ ജൂതനാണ്. അയാൾക്കൊരു റിവേറ റിസോർട്ട്, ഇത് മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്തല്ലേ, അപ്പോൾ റിവേറ പണിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അൾട്ടിമേറ്റ്ലി അതാകുമെന്ന് സംശയിക്കേണ്ട സാഹചര്യം ഉണ്ട്. പുതിയ ചിത്രം അല്ലെ, വർണ്ണ ചിത്രങ്ങളൊക്കെ കൂടി കാണുമ്പോൾ
എന്തായാലും ഇതിനകത്തൊരു പുതുമയില്ല. സത്യത്തിൽ ഇപ്പോൾ നമ്മൾ എത്രയോ കാലമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. എന്ത് പേരിട്ട് ഓമനപ്പേരിട്ട് വിളിച്ചാലും ഈ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധമുണ്ടായിരുന്നില്ല. അവിടെ ഏകപക്ഷീയമായൊരു സൈനിക നീക്കമോ അല്ലെങ്കിൽ അധിനിവേശമോ ആണ് നടന്നത്. ഈ ചെറുത്ത് നിന്നിരുന്നത് ഉണ്ടായിരുന്നത് ഈ 4 ചാവേറുകളാണ്. അത് ഏതാണ്ട് ഇപ്പോൾ തീരുകയും ചെയ്തു. ഇപ്പോൾ ഏതാണ്ട് ഇസ്രായേലിൻ്റെ ഭാഗമായി പൂർണ്ണമായും ഫലസ്തീനെ ഇസ്രായേൽ സ്വന്തമാക്കിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ വന്നത്. പച്ച എന്ന് പറഞ്ഞാൽ ജീവൻ്റെ തുടിപ്പുള്ള എന്തെങ്കിലും പ്രയോജനമുള്ളത് അവിടെ ബാക്കിയുണ്ടോ അതൊക്കെ ഇസ്രായേലിൻ്റെ അധീനതയിൽ നേരിട്ട് വന്നു. രണ്ടാമത് ഈ അവശിഷ്ട ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിലെടുക്കാമല്ലോ. ഒന്ന് ബാക്കിയുള്ള ഭാഗം എന്നുള്ള അർത്ഥത്തിലും എടുക്കാം, അവശിഷ്ട ഗാസ എന്നുള്ള അർത്ഥത്തിലെടുക്കുമ്പോൾ രണ്ടർത്ഥത്തിലും എടുക്കാം. ഒന്ന് ഈ പച്ച കഴിഞ്ഞിട്ടുള്ള ഭാഗം എന്ന അർത്ഥത്തിലും എടുക്കാം, ഈ യുദ്ധത്തിൻ്റെ അവശിഷ്ടങ്ങളുടെ ഈ കൂമ്പാരം എന്ന അർത്ഥത്തിലും എടുക്കാം. അതുകൊണ്ട് ആർക്കും പ്രയോജനമില്ല. എന്തായാലും അതും ഫലത്തിൽ അവിടെ ഒരു ചെറുത്തുനിൽപ്പില്ലാത്ത, ജനവാസം സാധ്യമല്ലാത്ത, ജീവിതയോഗ്യമല്ലാത്ത പ്രദേശത്തിനാണ്. അല്ല, നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ദുരൂഹ വിമാനങ്ങൾ പലസ്തീനുകളുമായിട്ട് പോകുന്നത് 40,000 പേര് പോയില്ലേ? സൗത്ത് ആഫ്രിക്കയിൽ ചെന്ന് ഇറങ്ങിയതിനെ കുറിച്ച് നമ്മൾ ഇന്നലെ വാർത്ത ചെയ്തല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രാണനും കൊണ്ട് ഇനി ഈ അവശിഷ്ട ഫലസ്തീൻ എന്ന് പറയാവുന്ന സാധനം യഥാർത്ഥത്തിൽ ആ മണ്ണിലല്ല. ഈ അവശിഷ്ട വികാരം ഉണ്ടല്ലോ, പഴയ ഫലസ്തീൻ വികാരം, അറബ് വംശത്തിൻ്റെ വികാരം, അല്ലെങ്കിൽ ഒരു ഈ അറബ് ഇസ്ലാമിക് വികാരമുള്ള ഒരു ഫലസ്തീൻ ഉണ്ടെങ്കിൽ അവരൊക്കെ പ്രാണനും കൊണ്ട് മറ്റു ദേശങ്ങളിൽ അഭയാർത്ഥികളായിട്ട് അവരുടെ പഴയ ചരിത്രം ആവർത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ. പഴയ ഇൻതിഫാദയ്ക്ക് ശേഷം ഓർമ്മയില്ല, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും എനിക്ക് അറബ് ലോകത്ത് ഞാൻ പരിചയപ്പെട്ട പല സുഹൃത്തുക്കൾക്കും സ്വന്തം നാടില്ല, തിരിച്ചു പോകാൻ നാടില്ല, സ്വന്തം പാസ്പോർട്ടില്ല. അവർക്ക് എന്താ പാസ്പോർട്ട് എന്നറിയോ? ജോർഡാനിലെ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് അവിടുത്തെ അന്നത്തെ ഹുസൈൻ രാജാവ് അടിച്ചു കൊടുത്ത ഒരു കടലാസാണ് ഇവരുടെ പാസ്പോർട്ട്. അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെ ഉണ്ടല്ലോ, നോ ലാൻഡ്സ് പീപ്പിളായിട്ട്, ഈ രാജ്യമില്ലാത്ത ജനതയായിട്ട് ഈ പഴയ ഫലസ്തീനികൾ മാറുകയും പതുക്കെ അവർ ചരിത്രത്തിൽ നിന്ന് മാഞ്ഞു പോവുകയും ചെയ്യും. അവർക്ക് ജീവിതത്തിൽ കിട്ടിയിരുന്ന ജനം വിജനമാകുന്നു അക്ഷരാർത്ഥത്തിൽ. മാത്രമല്ല അവർക്ക് എന്താണ് പറയുക, ഇപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നൊരു കാര്യം വളരെ സിമ്പിളാണ്. ഇനി അവർക്ക് ചരിത്രത്തിലെ ഒരു വലിയ അബദ്ധത്തിൻ്റെ ഫലം കൂടിയാണത്. അവർക്ക് ചരിത്രത്തിൽ കിട്ടിയ ഒരേ ഒരു അവസരമായിരുന്നു ഈ 48 ഫോർമുല. അത് അംഗീകരിക്കാൻ അറബ് രാജ്യങ്ങൾ കൂട്ടുനിന്നില്ല, സമ്മതിച്ചില്ല. ഏകപക്ഷീയമായ കരാർ തള്ളിക്കളഞ്ഞു എന്നതിൻ്റെ ഫലം അവരിപ്പോൾ അനുഭവിക്കുന്നത് 80 കൊല്ലം കഴിഞ്ഞിട്ടാണ്. പക്ഷേ അതിൻ്റെ ഒരു ഫലം കൂടിയാണ് അത്. ചരിത്രം അങ്ങനെ, ചരിത്രത്തിൻ്റെ നീതി അതാണ്. ഇതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ 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 സിമ്പിളാണ്. ഈ പച്ച, ചുവപ്പ് എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഇടയിലൊരു മഞ്ഞയും, പച്ചയും ചുവപ്പും മഞ്ഞയും എല്ലാം ചേർന്നാൽ ഉണ്ടായിത്തീരുന്നത് ഇസ്രായേലിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. അതാണിപ്പോൾ സംഭവിക്കുക. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണത്. ഇതിനോട് ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇതിനോടൊക്കെ സത്യത്തിൽ ഇങ്ങനെയൊക്കെ ഒരു ഡിവിഷൻ വരുമ്പോൾ, ഇത് നേരത്തെ വന്നതാണ്. ഈ 20 പരിപാടിയിൽ എനിക്ക് ആകെ കൗതുകം തോന്നിയൊരു കാര്യം കൂടി ഞാൻ പറയാം ആ കൂട്ടത്തിൽ. സാർ എങ്ങനെ അതിനെ കാണുന്നത് എനിക്കറിയില്ല. ഇതിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യം, ഈ അമേരിക്കയെ ഒട്ടും അടുപ്പിക്കാത്തൊരു നിലപാട് ഇതിലൊക്കെ ഉണ്ട്, ഇസ്രായേൽ സ്വീകരിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ട്. അമേരിക്ക ഇനി വേണ്ട, അല്ലെങ്കിലും അമേരിക്ക പറഞ്ഞ ഒന്നിനും ഇസ്രായേൽ കൂട്ടുനിന്നിട്ടില്ലല്ലോ. പ്രത്യക്ഷത്തിൽ അമേരിക്ക ഞാനാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും അമേരിക്കയുടെ ഈ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക്, സമാധാന ചർച്ചയ്ക്ക് പോയില്ല, കരാറിൽ ഒപ്പുവെച്ചില്ല. മാത്രമല്ല ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെ ഫോർമുല ഒന്നും അംഗീകരിച്ചില്ല. അമേരിക്കയുടെ ഫോർമുല എന്താണ്? അമേരിക്കക്ക് അതൊരു റിവേറയാക്കി മാറ്റാനുള്ള അജണ്ട ഉണ്ടായിരുന്നല്ലോ സാറ് പറഞ്ഞത്. അത് അംഗീകരിക്കപ്പെട്ടില്ല. അത് അങ്ങനെ ആക്കി തീർക്കുമോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ ഈ ഫലസ്തീൻ മണ്ണിൽ അങ്ങനെ ഒരു അമേരിക്കൻ താവളം ഇസ്രായേൽ പോലും അനുവദിക്കുകയില്ല എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് അമേരിക്കൻ അജണ്ട സമ്പൂർണ്ണമായും തള്ളിക്കളഞ്ഞ ഒരു ചിത്രമാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത്. അതുകൂടി വ്യക്തമാണ്. അപ്പോൾ ഫലസ്തീനെ സമ്പൂർണ്ണമായും ഇസ്രായേൽ മോചിപ്പിച്ചിരിക്കുന്നു. ആരിൽ നിന്നല്ല? അറബ് ലോകത്ത് നിന്ന് മാത്രമല്ല, അമേരിക്കയിൽ നിന്നും അറബ് ലോകത്ത് നിന്നും ഈ ഫലസ്തീനെ മോചിപ്പിച്ചെടുത്തിട്ട് ഒരു പുതിയ വർണ്ണചിത്രം വരച്ചിരിക്കുന്നു. കാരണം ഇറാനുമായി ഒരു സമാധാന ചർച്ചയിലേക്ക് നെതന്യാഹു പോകണം എന്ന് ട്രംപിനുണ്ടായിരുന്നു. കാരണം ട്രംപ് നോബൽ സമ്മാനം ആഗ്രഹിച്ചിരുന്നല്ലോ, സമാധാനം. അപ്പോൾ അങ്ങേർക്ക് എല്ലായിടത്തും ശാന്തി ഉണ്ടാക്കി അദ്ദേഹമാണ് മേൽശാന്തി എന്ന് വരുത്തണം എന്നുണ്ടായിരുന്നു.
ആ പരിപാടിക്ക് എന്തായാലും നെതന്യാഹു നിന്ന് കൊടുക്കില്ലായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ മുന്നണി മന്ത്രിസഭയാണ് അവിടെ ഉള്ളത്. അതിൽ നിന്ന് പല ആളുകളും തീവ്ര നിലപാടുകാരാണ്. അവരൊന്നും ഇത് അംഗീകരിക്കില്ല. അവിടുത്തെ ആഭ്യന്തര രാഷ്ട്രീയം അങ്ങനെയാണ്, അത് പലസ്തീൻ വിരുദ്ധമാണ്. അപ്പൊ അതുകൊണ്ട് നെതന്യാഹുവിനും അതേ പറ്റുള്ളൂ. ആഭ്യന്തര സമ്മർദ്ദങ്ങളും ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഈ സമാധാന പരിപാടിക്കൊന്നും അന്നും വഴങ്ങിയില്ല അവർ ഇറാനുമായിട്ട്. അവർ ഇറാനെ ആക്രമിക്കുന്നത് നിർത്തണം എന്ന് പറഞ്ഞപ്പോഴും ഇസ്രയേൽ അത് കേട്ടില്ല. അവസാനം സത്യത്തിൽ അമേരിക്ക വന്ന നദാനിലും ഫൊർദോയിലും ഒക്കെ ബോംബിട്ടല്ലോ. അത് കഴിഞ്ഞിട്ടും വെടിനിർത്തണം എന്ന് പറഞ്ഞപ്പോഴൊന്നും ഇസ്രയേലിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അത് അങ്ങനെ ഒരു ആണവ രാഷ്ട്രം ഉണ്ടാകരുത് എന്നുള്ളത്, ഒരു ഇസ്രയേൽ രാഷ്ട്രം ആണവമാകരുത് എന്ന് ഇസ്രയേലിന് നിർബന്ധമാണ്. തീർച്ചയായും. കാരണം അത് ഭീകരവാദികളുടെ കയ്യിലേക്ക് അണുബോംബ് പോവുമോ എന്നൊരു സംശയം കാരണമാണ് അവർ എല്ലായിടത്തും പോയത് നശിപ്പിക്കുന്നത്. കാരണം അവർ പാകിസ്ഥാനിലെയും നമുക്ക് തകർത്ത് തരാമെന്ന് പറഞ്ഞാണ്. ഇന്ദിരാഗാന്ധി സമ്മതിക്കാത്തതാണ്. ഞങ്ങൾക്ക് റീഫുവൽ ചെയ്യാനായിട്ട് നിങ്ങളൊരു സൗകര്യം ചെയ്തു തന്നാൽ മതി, ഞങ്ങൾ തീർത്തോളാം ഈ കഹൂട്ട നിലയം എന്ന് പറഞ്ഞിരുന്നതാണ് 1982 കാലത്തൊക്കെ. ഇന്ദിരാഗാന്ധി സമ്മതിച്ചില്ല. ഞങ്ങൾ ആ ഗുജറാത്തിലെങ്ങാനും വന്ന് റീഫുവൽ ചെയ്ത് പൊക്കോളാം എന്നവർ പറഞ്ഞിരുന്നതാണ്. കഹൂട്ടാന്നില്ല ഞങ്ങൾ തകർത്ത് തരാന്ന് പറഞ്ഞാണ്. അന്ന് ഇന്ദിരാഗാന്ധി സ്വീകരിച്ചില്ല. ഇന്ദിരാഗാന്ധി എന്താന്ന് വെച്ചാൽ ഈ മുസ്ലിം വികാരം എന്ന് പറഞ്ഞിട്ടാണ് അന്ന് അല്ലേ. നമുക്ക് അവരുടെ ബ്ലാക്ക് മെയിലൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഞങ്ങൾ അണുബോംബുണ്ട്, ഞങ്ങൾ നിങ്ങളെ ശരിപ്പെടുത്തുന്നൊക്കെ ഈ സിന്ദൂറൊക്കെ വരുമ്പോൾ പറയാറില്ലേ ഷഹബാസ്. ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇസ്രയേൽ തകർത്ത് തരുമായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഈ അമേരിക്കയുടെ ഈ ട്രംപിൻ്റെ ആ സമാധാന നിലപാടുകളുടെ കൂടെ ഇല്ല. അവസാനം 11-ാം മണിക്കൂറിലും ആ ഉച്ചകോടിയിലേക്കുള്ള ശ്രമം നടത്തിയല്ലോ. അവിടെ നേരിട്ട് പോയി കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചു, നടന്നില്ല. അപ്പോൾ എന്തായാലും അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിന് നോബൽ പ്രൈസ് കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഇസ്രായേലിൻ്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ ഒരു കാഴ്ച അതാണ്. യേശു ജൂതനാണ്, ഞങ്ങളുടെ മിശിഹ നടന്നിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ എന്നുള്ളതാണ് നെതന്യാഹുവിന്റെ നിലപാട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങളുടെയാണ് എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. നിങ്ങൾക്കും വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, യേശു നിങ്ങളുടെ നേതാവാണല്ലോ. ട്രംപിനോട് പറയാം യേശു നിങ്ങളുടെ നേതാവാണെന്ന് നിങ്ങൾ പറയുന്നു, പക്ഷെ അദ്ദേഹം ജൂതനാണെന്നേ. അതെ, അതാണ് യേശു ആരുടേതാണെന്നുള്ള പ്രശ്നമുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അംഗീകരിക്കാം, പക്ഷേ ജൂതനാണെന്ന് ഞങ്ങൾ പറയും, അതുകൂടി നിങ്ങൾ അംഗീകരിക്കുമെങ്കിൽ ഓർമ്മ വേണം എന്നാണ് നെതന്യാഹു പറയുന്നത്. യേശുവിനെ ചൊല്ലിയാണ് ഈ തർക്കം. ഏതായാലും യേശുവിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ ചായം തേച്ച ഒരു വീതം വെപ്പ് ഗാസയിൽ സംഭവിച്ചിരിക്കുന്നത്. അത് ലോകത്തിൻ്റെ കൗതുക കാഴ്ചകളിൽ ഏറ്റവും ഒടുവിലത്തെ വർണ്ണാഭമായൊരു കാഴ്ച എന്ന് പറയാം നമുക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.